ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമുക്ക് ഇവിടെ നിന്നും നമ്മൊന്ന് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. സോ റീസൺ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. 55-800 ഒരു സപ്പോർട്ടുണ്ട്. ദെൻ ഇവിടെ നിന്ന് നമുക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാനുള്ള സ്പേസാണ് വന്നിരിക്കുന്നത് ഇവിടെ. കാരണം ഒരു കോൾ സൈഡ് എൻട്രി നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ എൻട്രി ആയിട്ടുണ്ട്. 55-800 കോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ നിന്നും പോയിൻ്റ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് നമുക്ക് 1:1.5 നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. 100 പോയിൻറ്റ്സ് എടുപ്പിച്ച് എന്തായാലും നമുക്ക് വെക്കണം. കാരണം നമ്മുടെ റിസ്ക് ഓവർ റേഷ്യോ 1:1.5 ആണ് നമ്മൾ ആവറേജ് വെച്ചിരിക്കുന്നത്. കറണ്ട് എന്തായാലും നമ്മൾ 100 വെച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം അത് ഓൾമോസ്റ്റ് ഇത് റീറ്റെയിൽ സെല്ലിംഗ് പാറ്റാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് അപ്സൈഡ് പ്ലാൻ ചെയ്തത്. താഴേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. ദെൻ നമ്മൾ എൻട്രി ചെയ്ത മാർക്കറ്റ് അത്യാവശ്യം നമുക്ക് അപ്സൈഡിലേക്ക് തന്നെ നമുക്ക് മൂവ് ആയിട്ടുണ്ട്. ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 55-800 എന്ന ലെവലാണ് ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ എൻട്രി എടുത്തത്. ദെൻ ഇത് ഒരു റീറ്റെയിൽ സെല്ലിംഗ് പാറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ ഇവിടെ റീറ്റെയിൽ സെല്ലേഴ്സ് കൂടുതൽ ഇവിടെ ആക്റ്റീവ് ആകും 55-800 താഴെ ആയിട്ട്. പക്ഷേ താഴേക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഉറപ്പായിട്ടും അവൈലബിൾ അല്ല. ദെൻ അവിടെ കുറച്ചും നമ്മൾ നെഗറ്റീവ് കാണിച്ചു. ഇത്രയും ഹ്യൂജ് ഇതായതുകൊണ്ട് തന്നെ നോ സ്റ്റോപ്പ് ലോസ് ഓൺ ഡൗൺ സൈഡാണ്. കാരണം ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണത്. അതുകൊണ്ട് താഴെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. 56,000 ക്രോസ് ഓവർ ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് കിട്ടും. ഇവിടെ മുകളിലെ സൈഡിലേക്കും അപ്സൈഡിലേക്കും സ്റ്റോപ്പ് ലോസ് നമുക്ക് അവൈലബിൾ അല്ല. ഇതാണ് എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതുപോലെ നിഫ്റ്റി നമുക്ക് നല്ലൊരു സെല്ലിംഗ് കാണിച്ചു. കാരണം ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി പിടിച്ചിരുന്നപ്പോൾ നിഫ്റ്റി നല്ലൊരു സെല്ലിംഗാണ് കാണിച്ചത്. ഇത് കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ റീറ്റെയിൽ സെല്ലേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആകും. ഓക്കെ, അപ്പോൾ നിഫ്റ്റി അത്രയും ഫോളോ ആയിട്ടുണ്ട്. അത് കണ്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടുതൽ റീറ്റെയിൽ സെല്ലേഴ്സ് അവിടെ ആക്റ്റീവ് ആകും ഈ ഒരു സ്പേസ് കാണുമ്പോൾ തന്നെ. കാരണം മാർക്കറ്റ് ഇനിയും വീഴുമെന്ന് കരുതി. അപ്പോൾ നമുക്കിത് സപ്പോർട്ടിന് താഴെയാണ്. അപ്പോൾ നമുക്കിവിടെ നിന്നും അപ്സൈഡിലേക്ക് താഴെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. ദെൻ നമ്മൾ അപ്സൈഡിലേക്ക് തന്നെ എൻട്രി പ്ലാൻ ചെയ്യും. കാരണം ഓൾറെഡി പറഞ്ഞല്ലോ, കാരണം ഡൗൺ സൈഡിലേക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. ഇതാണ് പ്രധാന റീസൺ എന്ന് പറയുന്നത്. റീറ്റെയിൽ സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. സെല്ലിംഗ് ബട്ടനാണ് കാണിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് അപ്സൈഡിലേക്ക് സഡൻ മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. സോ ഇടയ്ക്ക് കുറച്ച് പോർഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. then മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ അപ്സൈഡിലേക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ആയി. പക്ഷേ ഇത് വലിയ മൂവ്മെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. കാരണം 56,000 താഴെ കൺസോൾട്ടേഷൻ ചെയ്തു. പിന്നാണ് സഡൻ മൂവ്മെൻറ്റ് ഉണ്ടായത്. നമ്മളത് ക്യാപ്ചർ ചെയ്തു. നമ്മൾ പ്രോപ്പർ ടാർഗറ്റിൽ എക്സിറ്റ് ആയി. സോ ദാറ്റ്സ് ഇറ്റ്. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.